ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു റെഡിമെയ്ഡ് നൈറ്റിക്ക് പോക്കറ്റ് വയ്ക്കാനാണ് പോകുന്നത്. പോക്കറ്റ് വയ്ക്കാനായിട്ട് നമുക്ക് പോക്കറ്റിനുള്ള ലെന്ത് നമുക്ക് ആദ്യം എടുക്കാം. ഒരു 23 ഇഞ്ച് ലെന്താണ് ഞാനിവിടെ എടുക്കുന്നത്. അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിപ്പമുള്ളൊരു നൈറ്റിയാണ് നമുക്കിത്. അപ്പം നമുക്കൊരു 23 ഇഞ്ച് ലെന്ത് മതിയാവും. കാരണം നീളം അനുസരിച്ചാണല്ലോ നമ്മൾ ലെന്ത് എടുക്കുന്നത്. പിന്നീട് ഒരു തുണി എടുക്കുക. തുണി നമ്മുടെ കൈപ്പത്തി വെച്ച് നോക്കുക. ആ വലിപ്പത്തിനുള്ളൊരു തുണി മതി. അതിപ്പം ഇന്ന കളറൊന്നൊന്നുമില്ല, നമ്മുടെ ആ നൈറ്റിയുടെ കളർ വേണമെന്നൊന്നുമില്ല. ഏത് കളർ തുണിയാണെങ്കിലും നമുക്ക് എടുക്കാം. അത് ഉള്ളിലേക്ക് പോകുന്നു, അത് കാണത്തില്ല കേട്ടോ. പുറമേന്ന് കാണാൻ പറ്റത്തില്ല, അകത്ത് പോകുന്നതായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ ആ തുണി വെച്ച് കൊടുത്തിട്ട് നമുക്കത് രണ്ടും മാർക്ക് ചെയ്യാമേ. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്ത് ഒരു 6.5 ഇഞ്ച് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ മാർക്ക് ചെയ്തത് നമ്മുടെ കൈ കയറാവുന്ന ഒരു വലിപ്പം അത്രയും മതിയാവുകയെ. നമുക്ക് എന്നിട്ട് ആ നമ്മൾ ഓൾറെഡി സ്റ്റിച്ചഡ് ആണല്ലോ ആ നൈറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഈ പോക്കറ്റ് വയ്ക്കേണ്ടത് മാത്രം നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ തുണി നമുക്ക് വെച്ച് കൊടുക്കാമേ. അത് വെക്കാനായിട്ട് നമുക്ക് ആദ്യം ഞാൻ തിരിച്ചിട്ടാണ് ശരിക്കും വെക്കേണ്ടത്. എനിക്ക് തിരിക്കാനും മറിക്കാനും മടിയായ കാരണം ഞാൻ എളുപ്പത്തിൽ ചെയ്യുക കേട്ടോ. മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണേ. ഇത് നമ്മൾ നല്ല വശത്താണ് തുണി വെച്ച് കൊടുക്കേണ്ടത്. നല്ല വശത്ത് വെച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടി. ചീത്ത വശത്ത് വെച്ച് അടിക്കുമല്ല, നല്ല വശത്ത് വേണം നമ്മുടെ പോക്കറ്റിൻ്റെ തുണി വയ്ക്കാൻ വേണ്ടി. തുണി ചീത്ത വശത്ത്, ഒന്നുകൂടി ഞാൻ പറയുവാണേ, ചീത്ത വശത്ത് വെച്ചല്ല നമ്മുടെ പോക്കറ്റിൻ്റെ തുണി അടിക്കേണ്ടത്. പോക്കറ്റിൻ്റെ തുണി നല്ല വശത്ത് വെച്ച് വേണം നമ്മൾ അടിക്കാൻ വേണ്ടിയേ. നമുക്കതൊന്ന് അടിക്കാം. നമ്മളത് അടിക്കുവാണ്. നമ്മളത് ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് വേറൊരു പീസ് എടുത്ത്, 2 പീസാണ് നമുക്ക് വേണ്ടത്. അതിന് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ഒരു പീസ് എടുത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൈഡിൽ വെച്ചാണല്ലോ നമ്മൾ ആ തുണി വെച്ച് അടിച്ചത്. നമുക്ക് ആ തുണി നമുക്ക് ചീത്ത സൈഡിലേക്ക് മാറ്റിയിടാം. തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഷേപ്പ് ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് ഞാൻ കൈയുടെ അളവെടുത്ത് നമ്മൾ ഷേപ്പ് ചെയ്യുവാണ്. ഷേപ്പ് ചെയ്യേണ്ടാത്തവർക്കാണെങ്കിൽ ആ പോക്കറ്റിൻ്റെ അവിടെ നിന്ന് മാത്രം അടിച്ചു കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഷേപ്പ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം അത് ചെയ്യുന്നുള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ നമുക്കിനി ആ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് ഈ തുണി രണ്ടും ഒരുമിച്ച് വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ. അങ്ങനെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ. നമ്മളവിടെ വരെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അടിയിൽ റൗണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടത്തിന് റൗണ്ടോ സ്ക്വയറോ ഏത് രീതി വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാമേ. ഞാനിപ്പം റൗണ്ടാണ് ചെയ്യുന്നത്, ചെറിയൊരു റൗണ്ടിൽ. നമ്മൾ എന്നിട്ട് ലോക്ക് ഇട്ടെടുത്തു. നമ്മുടെ പോക്കറ്റ് ശരിക്കും പറഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞു. ഇവിടെ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ പോക്കറ്റ് തയ്ച്ചത് കാണത്തില്ല. നമുക്ക് നല്ല ഭംഗിയോടെ തന്നെ ഇടാൻ പറ്റും. അകത്തെ തുണിയൊന്നും കാണത്തില്ല കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.